1 കോടി രൂപ ചെലവഴിച്ച് രാജാക്കാട് സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ നിർമ്മിച്ച വനിതാ വാർഡ് അനാഥമായി. രാഷ്ട്രീയ ചരടുവലികളെ തുടർന്ന് ഉദ്ഘാടനം നടക്കാതെ വന്നതോടെയാണ് പുതിയ വാർഡ് അനാഥമായത്. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 23-ന് ആരോഗ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുമെന്ന് കാണിച്ച് നോട്ടീസ് അച്ചടിച്ചെങ്കിലും പരിപാടി നടന്നില്ല. ആശുപത്രിയുടെ പ്രവർത്തനം സംബന്ധിച്ച് നിരന്തരം പരാതികൾ ഉയർന്നിട്ടും അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന ആരോപണം നിലനിൽക്കെയാണ് മന്ത്രിയുടെ പരിപാടി മാറ്റിയത്. വിവാദങ്ങൾ ഒഴിവാക്കാനാണെന്നാണ് സൂചന. മന്ത്രിമാർ തമ്മിലുള്ള തർക്കമാണ് ഉദ്ഘാടനം മാറ്റിയതെന്ന് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിച്ചു. രാജാക്കാട്ടെ മുല്ലക്കാനത്ത് CHC ആശുപത്രിക്ക് ഇടുക്കിയുടെ MP ഡീൻ കുര്യാക്കോസ് 95.48 ലക്ഷം രൂപ അനുവദിക്കുകയും വനിതാ വാർഡ് നിർമ്മാണത്തിന് വേണ്ടി ആ തുക അനുവദിച്ചിട്ട് ഇപ്പോൾ 2 വർഷം ആകുകയും ചെയ്തു. ഇതുവരെയും അതിൻ്റെ നിർമ്മാണോദ്ഘാടനം നടക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഈ ഫണ്ട് ലാപ്സാക്കും എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഈ മാസം 23-ാം തീയതി CHSയുടെ ഉദ്ഘാടനം നമ്മുടെ കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യുമെന്ന് പറയുകയും എന്നാൽ 23-ാം തീയതി ഈ ഉദ്ഘാടന പരിപാടി മാറ്റിവെക്കുകയും ചെയ്തു. നമുക്കറിയാൻ കഴിഞ്ഞത് മന്ത്രിമാർ തമ്മിലുണ്ടായ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിലാണ് ഈ ഉദ്ഘാടന കർമ്മം മാറ്റിവെക്കുവാൻ കഴിഞ്ഞതെന്നുള്ളതാണ്. പിന്നോക്ക വികസനത്തിൻ്റെ മന്ത്രി അബ്ദുൾ റബ്ബ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്ന് പറയുകയും എന്നാൽ കേരളത്തിൻ്റെ തന്നെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇത് ഉദ്ഘാടനം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ തമ്മിലുള്ള തർക്കത്തിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ ആശുപത്രി ഉദ്ഘാടനം ചെയ്യുവാൻ കഴിയാണ്ട് പോകുന്നത്. ഇവിടെ 100 കണക്കിന് പരാതികളും പരിപാടികളൊക്കെ ആയിട്ട് പോവുകയും ഇവിടുത്തെ ഇടുക്കി ഉടുമ്പൻചോലയുടെ MLA MM മണി അവരുകളെ ഈ പരാതികളൊക്കെ അറിയിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ രാജാക്കാടിലെ വികസന കൂട്ടായ്മയുടെ ആളുകൾ പരാതിയുമായി നേരിട്ട് തിരുവനന്തപുരത്ത് പോയി MM മണി MLAയും മന്ത്രി വീണ ജോർജിനെയും കണ്ട് നിവേദനം കൊടുത്തിട്ടും ഇതുവരെയും ആശുപത്രിയുടെ ഒരു ശാശ്വതമായ പരിഹാരം കണ്ടെത്തുവാനോ ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ നടത്തുവാനോ കഴിയുന്നില്ല. ഇപ്പോഴും അറിയാം, ഈ മുല്ലക്കാനം ആശുപത്രിയിൽ 100 കണക്കിന് ആളുകൾ വരുമ്പോൾ അവരുടെ ചികിത്സിക്കുവാനോ അല്ലെങ്കിൽ കിടത്തി ചികിത്സിക്കുവാനോ തയ്യാറാകുന്നില്ല. ഈ ആശുപത്രിയുടെ ശോധനാവസ്ഥ കണ്ടുകൊണ്ട് ഒരു മന്ത്രി വരികയാണെങ്കിൽ ശോധനാവസ്ഥകൾ പറഞ്ഞുകൊണ്ട് ആശുപത്രിയെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കുവാൻ പോകുമെന്ന് കഴിഞ്ഞപ്പോഴും മന്ത്രിമാർ തമ്മിലുള്ള തർക്കം കാരണമാണ് ഈ ഉദ്ഘാടനം മാറ്റിവെച്ചത്. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ആശുപത്രിയാണിത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇതിൻ്റെ അകത്ത് മുൻകൈ എടുത്തു വരുമ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും പാർട്ടിയും തമ്മിലുള്ള കശവിഷ മൂലമാണോ ഇത് വീണ്ടും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെ തോൽപ്പിക്കാൻ വേണ്ടി പാർട്ടി കളിക്കുന്നതാണോ അതേ കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി മന്ത്രിമാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നാടകം കളിക്കുന്നതാണോ എന്താണെങ്കിലും ഈ പരിപാടി മാറ്റിവെച്ചു. അതിന് ശക്തമായ ഖേദമുണ്ട്. എത്രയും പെട്ടെന്ന് ഈ ആശുപത്രിയുടെ വനിതാ വാർഡിന് അനുവദിച്ചിരിക്കുന്ന തുക കൊണ്ട് എത്രയും പെട്ടെന്ന് ഉദ്ഘാടനം നടത്തി ആശുപത്രി വികസനത്തിൻ്റെ പാതയിലോട്ട് കൊണ്ടുവരണമെന്നാണ് ഒരു പൊതുപ്രവർത്തന നിലയിൽ എനിക്ക് പറയാനുള്ളത്. 38 വർഷം മുൻപ് രാജാക്കാട് മുല്ലക്കാനത്ത് പ്രവർത്തനം ആരംഭിച്ച ഈ സർക്കാർ ആശുപത്രിയുടെ ബാലാരിഷ്ടതകൾ ഇതുവരെയും മാറിയിട്ടില്ല. അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും വിദഗ്ധ ചികിത്സയും കിടത്തി ചികിത്സയുമില്ലാത്ത സർക്കാർ ആശുപത്രിയാണിത്. വെള്ളമില്ലെന്ന കാരണം പറഞ്ഞാണ് കിടത്തി ചികിത്സ നിർത്തിയത്. പോളിക്ലിനിക്കും എക്സ്റേ ലാബും പ്രവർത്തനം ആരംഭിച്ചെങ്കിലും പിന്നീട് അതും നിർത്തി. ആവശ്യത്തിന് ജീവനക്കാർ ഇല്ലാത്തതാണ് കിടത്തി ചികിത്സ നിർത്താൻ കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇത് ശരിക്കും 2021-22 സാമ്പത്തിക വർഷം അനുവദിച്ച ഫണ്ടാണ്, കേന്ദ്ര ഫണ്ടാണ്. അത് 60% കേന്ദ്ര ഫണ്ട്, 40% സംസ്ഥാന വിഹിതമാണ്. നിരവധി തവണ ഇതിൻ്റെ ഉദ്ഘാടനം ഇലക്ഷന് മുമ്പ് മാറ്റി വെച്ചിരുന്നു. അതിനുശേഷം ഈ അടുത്ത ദിവസം തന്നെ ഇത് മന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്യുമെന്ന് 23-ാം തീയതി ഉദ്ഘാടനം തീരുമാനിച്ചിരുന്നതാണ്. ഇടുക്കിയിലെ നിരവധി പരിപാടികളുണ്ട്. അതിൽ ഒന്ന് മുല്ലക്കാനം ഉൾപ്പെടുത്തി 2000 നോട്ടീസ് ഇവിടെ അടിച്ച് അത് വിതരണം ചെയ്തില്ല. അത് എന്ത് കാരണത്താലാണെന്ന് ഈ നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞിട്ടില്ല. മന്ത്രി പങ്കെടുക്കുന്നില്ലാത്തതുകൊണ്ട് പരിപാടി മാറ്റിവെച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഈ നാട്ടിലെ നിരവധി ആളുകൾക്ക് 5 പഞ്ചായത്തിലെ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനപ്രദമാകുന്ന ഒരാശുപത്രിയാണിത്. അതേപോലെ ഇപ്പോൾ അടിമാലി താലൂക്ക് ആശുപത്രി വിട്ട് കഴിഞ്ഞാൽ നടുഭാഗം എന്ന രീതിയിൽ മുല്ലക്കാനം ആശുപത്രി ഉപയോഗിക്കാവുന്നതാണ്. ഇവിടുന്ന് ഇല്ലെങ്കിൽ 30 കിലോമീറ്റർ യാത്ര ചെയ്ത് വീണ്ടും നെടുങ്കണ്ടത്ത് പോകണം. സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചികിത്സ കിട്ടേണ്ട ഏറ്റവും ഒരു നല്ല ആശുപത്രിയാണ്. ഇത് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതാണ് അത്യാവശ്യം. സാമൂഹ്യാരോഗ്യ കേന്ദ്രമായി അപ്ഗ്രേഡ് ചെയ്തെങ്കിലും പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ സ്റ്റാഫ് പാറ്റേൺ ആണ് ഇവിടെ ഇപ്പോഴും ഉള്ളത്. 2 ഡോക്ടർമാർ മാത്രമാണ് ഇവിടെ സ്ഥിരമായുള്ളത്. സമീപകാലത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഒരു താൽക്കാലിക ഡോക്ടറെയും NRHM വിഭാഗത്തിൽ ഒരു ഡോക്ടറെയും നിയമിച്ചിട്ടുണ്ട്. എന്നാൽ കിടത്തി ചികിത്സയും വിദഗ്ധ ചികിത്സയും ആരംഭിക്കുന്നതിന് കൂടുതൽ സ്ഥിരം ഡോക്ടർമാരെയും നഴ്സിംഗ് സ്റ്റാഫുകളെയും നിയമിക്കണം. നെടുങ്കണ്ടത്തെ താലൂക്ക് ആശുപത്രി ജില്ലാ ആശുപത്രിയായി അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ മുല്ലക്കാനത്തെ സാമൂഹ്യാരോഗ്യ കേന്ദ്രം താലൂക്ക് ആശുപത്രിയായി അപ്ഗ്രേഡ് ചെയ്യുമെന്ന് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികൾ വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ഇക്കൂട്ടർ തങ്ങളുടെ വാഗ്ദാനവും മറന്നു.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.